ഓക്കെ, അപ്പോൾ സയൻസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ടോപ്പിക്ക് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആൻജിയോസ്പേംസിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അതിന് മുന്നേ വരുന്ന ബാക്കി ഗ്രൂപ്പ്സ്, അതായത് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ഇവയുടെ ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാദ്യം അത് പോയിട്ട് കാണുക. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആൻജിയോസ്പേംസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവർ ബിയറിങ് പ്ലാന്റ്സ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, സീഡ്സ് മാത്രമേ ഉള്ളൂ. വെറും സീഡല്ല, അവ നേക്കഡാണ്. ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഒന്നും ഇല്ലാത്ത ഒരു നേക്കഡ് സീഡ്സ് മാത്രം കാണുന്ന പ്ലാന്റ്സ് ആയിരുന്നു ജിംനോസ്പേംസ്. പക്ഷേ ആൻജിയോസ്പേംസിലേക്ക് വരുമ്പോൾ അവിടെ ഫ്ലവേഴ്സും ഉണ്ട്. സീഡ്സ് എന്താ, ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. സീഡ്സ് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് സീഡ്സ് കാണുന്നത്. ഫ്ലവേഴ്സ് ബിയറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് കിങ്ഡത്തിൽ ഫ്ലവേഴ്സ് കാണുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസ് ആണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് തന്നെയാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്ലവേഴ്സിൽ എന്താ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പോളൻ ഗ്രെയിൻസും ഉണ്ട്, ഫീമെയിൽ പാർട്ടായിട്ടുള്ള ഒവ്യൂണും കാണുന്നുണ്ട്. ഇവ ബാക്കിയെല്ലാം അത്ര വാസ്റ്റ് വെറൈറ്റീസിലൊന്നും കാണുന്നില്ല. ജിംനോസ്പേംസ് ഒരു പെർട്ടിക്കുലർ അളവിൽ മാത്രമേ നമ്മളുടെ എർത്തിൽ കാണുന്നുള്ളൂ. പക്ഷേ ഈ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വൈഡ് ഹാബിറ്റാറ്റിൽ, അതായത് അക്വാട്ടിക് ഹാബിറ്റാറ്റിലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും അങ്ങനെ പല പല ഹാബിറ്റാറ്റിൽ വൈഡ് അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പിൽ ഈ ആൻജിയോസ്പേംസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആൻജിയോസ്പേംസിനെ 2 ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേര് തന്നെ പറയാൻ വേണ്ടി പറ്റും, ഡൈക്കോട്ടിലിഡനും മോണോകോട്ടിലിഡനും. സീഡിൻ്റെ കോട്ടിലിഡൻ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ ബേസിസിലാണ് ഈ 2 പേരും വന്നിട്ടുള്ളത്. അപ്പോൾ ഡൈക്കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ അവിടെ 2 കോട്ടിലിഡനാണ് ഉള്ളത്. മോണോകോട്ടിലിഡൻ ആകുമ്പോൾ അവിടെ 1 കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഡൈക്കോട്ടിലിഡൻ എന്ന് വെച്ചാൽ സീഡ്സ് ഹാവിങ് 2 കോട്ടിലിഡൻ. പക്ഷേ മോണോകോട്ടിലിഡൻ സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത ആ ലീവ്സിൻ്റെ വീനേഷനാണ്. നിങ്ങൾ ചെമ്പരത്തിയുടെ ഒക്കെ ഒരു ഇല എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ നടുക്കൊരു മിഡ്രിബ് ഉണ്ടാവും. മെയിനായിട്ടുള്ള ഒരു വെയിൻ ഉണ്ടാകും. അതിന് കുറേ ബ്രാഞ്ചസ് ആയിട്ട് വെയിൻസ് ഉണ്ടാവും. അതിനെ പിന്നെയും ബ്രാഞ്ച് ആക്കിയിട്ടുണ്ടാവും. അതേപോലെ എന്താ, ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്നതിനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. മറിച്ച് മോണോകോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രാസ് പ്ലാന്റ് ഒക്കെ വരുന്നത് മോണോകോട്ടിലാണ്. പാരലലായിരിക്കും, അതായത് ഇങ്ങനെ നെറ്റ് പോലെ ഇല്ലാതെ പാരലലായിട്ട് കുറേ വീനേഷൻ ഉണ്ടായിരിക്കും. മോണോകോട്ടിൽ പാരലൽ വീനേഷനും ഡൈക്കോട്ടിൽ റെറ്റിക്കുലേറ്റ് വീനേഷനും ആയിരിക്കും കാണാം. നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ ഫ്ലവേഴ്സാണ്. ഡൈക്കോട്ടിലിഡനിൽ ഫ്ലവേഴ്സിൻ്റെ ഇതള് 4 അല്ലെങ്കിൽ 5 ആയിരിക്കും. അങ്ങനെ 4 ഇതളുള്ളതിനെയാണ് ടെട്രാമീറസ് ഫ്ലവർ എന്ന് പറയുന്നത്. 5 ഇതളുള്ളതിനെയാണ് പെൻറ്റാമീറസ് ഫ്ലവർ എന്ന് പറയുന്നത്. മറിച്ച് മോണോകോട്ടിലാണെങ്കിൽ മെജോറിറ്റിയും ട്രൈമീറസ് ആണ്. ട്രൈ എന്ന് പറയുമ്പം 3. പക്ഷേ ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്ന ലില്ലി പ്ലാന്റ് 6 ആണ്. 6ഉം ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ 3 ആണ് കാണുന്നത്. അതാണ് 2 ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ചില കേസിൽ ഫ്ലവേഴ്സ് മെയിൽ ഫ്ലവർ വേറെയും ഫീമെയിൽ ഫ്ലവർ വേറെയും ഉണ്ടാവും ഒരു പ്ലാന്റിൽ തന്നെ. ചില കേസിൽ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ മെയിലും ഫീമെയിലും കാണുന്നുണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ മെയിൽ പാർട്ട് എന്താണെന്ന് നോക്കാം. മെയിൽ പാർട്ടിന് നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്. സ്റ്റേമൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ആന്തർ. ആന്തർ ബിയർ ചെയ്തിട്ടുള്ള സാധനത്തിനെയാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആന്തറിൻ്റെ ഉള്ളിൽ ആരുണ്ട്, മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. സ്റ്റേമൻ്റെ ഉള്ളിൽ ആന്തർ ഉണ്ട്. ആന്തറിൻ്റെ ഉള്ളിൽ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. മൈക്രോസ്പോർ മദർ സെല്ല് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലായിരിക്കും. അവയ്ക്ക് ഡിവിഷൻ നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ഈ പോളൻ ഗ്രെയിൻസിൽ നിന്നാണ് മൈക്രോ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. അതിലാണ് നമ്മളുടെ സ്പേം പ്രൊഡക്ഷൻ ലാസ്റ്റ് നടക്കുന്നത്. ഫീമെയിൽ ഫ്ലവർ ആണെങ്കിലോ അവയിൽ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നും നമ്മൾ പറയാറുണ്ട്. ഈ പിസ്റ്റലിൻ്റെ ഉള്ളിലാണ് ഓവറി കാണുന്നത്.
ഓവറിയുടെ ഉള്ളിലാണ് മെഗാസ്പോർ ഒവ്യൂൾസ് കാണുന്നത്. ഒവ്യൂളാണ് ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ആ ഒവ്യൂളിന് ഡിവിഷൻ നടന്നിട്ട് അതെന്തായും മെഗാ ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാകുമ്പം അതിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പം മെയിൽ ഫ്ലവറിൻ്റെ ആണെങ്കിൽ സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽ ഫ്ലവർ ആണെങ്കിലോ എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യും. അവ രണ്ടും ഹാപ്ലോയിഡ് ആണ്, അതായത് N ആണ്. ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടാവും. ഇതാണ് ഒരു ഓവറോൾ ഔട്ട്ലൈൻ, ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ്റെ ഓവറോൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ്, അതായത് മെയിൽ പാർട്ടാണ്. ഈ പോളൻ ഗ്രെയിൻസിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാകും. അതെന്താണെന്ന് നോക്കാം. പോളൻ ഗ്രെയിൻസിന് മെയിൻലി 2 ന്യൂക്ലിയസ് ഉണ്ടാകും. ഒന്ന് ലാർജ് ആയിട്ടുള്ള ജനറേറ്റീവ് ന്യൂക്ലിയസും 2 വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും. അങ്ങനെ 2 ന്യൂക്ലിയസ് ഉള്ള ആളാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ്. പിന്നെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് 2 കവറിങ് ഉണ്ടാവും. ഔട്ടർ തിക്കായിട്ടുള്ള എക്സൈനും ഇന്നർ തിന്നായിട്ടുള്ള ഇൻറ്റൈനും. അങ്ങനെ 2 കവറിങ് ആണ് പോളൻ ഗ്രെയിൻസിൽ കാണുന്നത്. ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ സെല്ലുലോസും കുറേ പോസും ഒക്കെ കാണുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ പറയേണ്ടത് 2 ന്യൂക്ലിയസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവയുടെ റീപ്രൊഡക്ഷൻ. ഒരു സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് മെയിൽ പാർട്ടും ഈ സൈഡിലേക്ക് ഫീമെയിൽ പാർട്ടുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെയിൽ പാർട്ടിലേക്ക് പോകാം. ഇവിടെ മെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റേമനും പിസ്റ്റിലും സെയിം ഫ്ലവറിൽ തന്നെയാണ് കേട്ടോ കാണുന്നത്. ഈ സ്റ്റേമൻ്റെ ഉള്ളിൽ ആരുണ്ട്? കുറേ ആന്തേഴ്സ് ഉണ്ട്. ഇവിടെ ഓറഞ്ച് കളറിൽ കുറേ ബോൾ പോലെ കൊടുത്തേക്കുന്നില്ലേ, അതാണ് ആന്തർ എന്ന് പറയുന്നത്. ഈ ആന്തറിൻ്റെ അകത്തുള്ള ചിലതിന് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൈക്രോസ്പോർ മദർ സെല്ലിന് എന്ത് ചെയ്യും? മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് നമ്മൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോ ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാകും. പോളൻ ഗ്രെയിൻസിന് പിന്നെയും ചില മാറ്റങ്ങൾ, ശാരീരികമായിട്ട് സ്ട്രക്ചറലി ചില മാറ്റങ്ങൾ സംഭവിക്കും. അത് അനിവാര്യമാണ്. 2 ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിൽ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ട്യൂബ് സെല്ലായിട്ട് മാറിയിട്ട് ഇവിടെ കണ്ട ഒരു സ്ട്രക്ചർ പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. ഈ പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവയ്ക്ക് ഫീമെയിൽ പാർട്ടിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് പോളൻ ഗ്രെയിൻസിന് മാറ്റം സംഭവിച്ചത്. അതായത് ഡിവിഷൻ, മൈറ്റോസിസ് ഡിവിഷൻ നടന്നിട്ട് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ പോളൻ ട്യൂബിൻ്റെ ഉള്ളിലായിരിക്കും ഈ നീല കളറിൽ കുറേ സ്പേംസ് കാണുന്നുണ്ട്. ഇത്രയാണ് മെയിലിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽ പാർട്ട് നോക്കിയാൽ പിസ്റ്റലായിരിക്കും. ഈ നടുക്ക് കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ, അതാണ് പിസ്റ്റൽ എന്ന് പറയുന്നത്. പിസ്റ്റലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ഓവറി എന്ന് പറയുക. ഓവറിയിൽ എന്താ? കുറേ ഒവ്യൂൾസ് ഉണ്ടാകും. ഓവറിയിൽ കുറേ ഒവ്യൂൾസ് ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എറോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒവ്യൂൾസിനാണ് പിന്നെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഒവ്യൂൾസിന് റിഡക്ഷൻ ഡിവിഷൻ ആയിട്ടുള്ള മിയോസിസ് നടന്നിട്ട് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ മെഗാ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകും. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എടുത്താൽ മുകളിൽ 3 സെൽസ് ഉണ്ടാകും, താഴെ 3 സെൽസ് ഉണ്ടാകും. മുകളിലുള്ളതിനെയാണ് നമ്മൾ ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. താഴെയുള്ളത്, ഏറ്റവും നടുക്കുള്ളത് എഗ്ഗും അതിൻ്റെ തൊട്ട് അപ്പുറത്തുമായിട്ടുള്ള ഈ 2 ഇല്ലേ, അതിനെയാണ് നമ്മൾ സിനർജിഡ്സ് എന്ന് പറയുക. പിന്നെ നടുക്ക് 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇതാണ് എംബ്രിയോ സാക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി എന്താണ് പ്രോസസ്സിലോട്ട് വരുമ്പോൾ, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ പോളൻ ഗ്രെയിൻസിലുള്ള സ്പേംസ് ഈ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കും. സ്പേംസ് കടന്നു കഴിഞ്ഞാൽ അവിടെ 2 രീതിയിൽ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. നമ്മളിതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഈ 2 രീതിയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, ചില സ്പേംസ് അല്ലെങ്കിൽ ചില ഗമേറ്റ്സ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ എംബ്രിയോ ഉണ്ടാവും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടാവും. പക്ഷേ ഇവിടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ 2 പോളാർ ന്യൂക്ലിയസും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്പേംസ് എന്ത് ചെയ്യും? ഈ 2 പോളാർ ന്യൂക്ലിയസുമായിട്ട് ഒരുമിച്ച് ട്രിപ്പിൾ ഫ്യൂഷൻ അവിടെ നടക്കും. 2 പോളൻ ഗ്രെയിൻസും ഒരു സ്പേമും ഫ്യൂസ് ചെയ്ത് ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നിട്ട് അവിടെ എൻഡോസ്പേം ഉണ്ടാകും. അപ്പോൾ എൻഡോസ്പേം എന്ന് പറയുന്നത് എന്താ? 3N ആണ്. പക്ഷേ എംബ്രിയോ 2N ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും ആൻജിയോസ്പേംസിൽ. ശേഷം സീഡ് കോട്ട് ഡെവലപ്പ് ചെയ്ത് സീഡ് എന്ത് ചെയ്യും? ജെർമിനേഷൻ സംഭവിച്ച് നമ്മളിപ്പോൾ കാണുന്ന സ്പോറോഫൈറ്റായിട്ട് മാറും. ഇത്രയാണ് ആൻജിയോസ്പേംസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസിൻ്റെ ക്യാരക്ടേഴ്സും അവിടെ റീപ്രൊഡക്ഷനുമാണ് ഇതിൽ പഠിച്ചത്. താങ്ക് യു.